ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ സമയം 6:26 കേട്ടോ. നമ്മൾ ഊബറും കാര്യങ്ങളൊക്കെ ഓണാക്കിയിട്ടുണ്ട്. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് കുറച്ച് വലുപ്പമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ ഇന്നലെ അക്കൗണ്ടിൽ പൈസ ഇട്ടു. നമ്മൾ ഇൻഷുർ റിന്യൂ ചെയ്തിട്ടുണ്ട്. CNG 6-7 അട്ടുണ്ട്. ട്രിപ്പ് ഞാൻ 0 ആക്കിയിട്ടുണ്ട്. ബിയിൽ നല്ല മഞ്ഞുണ്ട്. ഇതുണ്ടോ, ഗ്ലാസ്സൊക്കെ ആകെ മൂടി കിടക്കാണ്. അപ്പോൾ നമ്മളെ പരിപാടി തുടങ്ങട്ടെ. കോൾഡ് സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 0 ഏണിങ്സ് ആണ്. അപ്പോൾ ഇന്നത്തെ വള്ളികളാണോ നല്ല ഗോളാണോ എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഇന്നലത്തെ പോലെ വല്ല ഇൻ്റർസിറ്റി ട്രിപ്പുകൾ അടിച്ചാൽ ലാഭമായി. ഡെയിലി ഒരു ഇൻ്റർസിറ്റി ഒരു എയർപോർട്ടും കിട്ടണം. എന്നാൽ പിന്നെ സെറ്റായി, പൈസ ആവും. ഒരു 1500 റുപ്യ അങ്ങനെയും 1500 റുപ്യ ലോക്കൽ ഓടിയിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൈസ ആയിക്കോളും. ഇൻ്റർസിറ്റി കിട്ടുമെന്നാവും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല മൂവാറ്റുപുഴക്കൊക്കെ ഡെസ്റ്റിനേഷൻ ഇടേണ്ടി വരും. ഇവിടെ ചങ്ങായിമാരും പോയില്ല കേട്ടോ. അടിയിൽ 2 വാഗനർ ഉണ്ട്, ഇവിടെ ഡിസയർ ഉണ്ട്. ഇവന് 2 വണ്ടി കേട്ടോ. ഒരു വാഗനറും ഉണ്ട്, ഒരു ഡിസയറും ഉണ്ട്. മറ്റേ വാഗനർ റെൻറ്റിന് കൊടുത്തേക്കാണ്. പിന്നെ അവരെ കണ്ടിട്ടില്ല. ഇന്നലെ ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ആളൊന്ന് കാണണം. ചിലപ്പോൾ നാളെ ലീവായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഇൻഷൂർ ന്യൂ ഇന്ത്യനെ കേട്ടോ എടുത്തത്. മാരുതിൻ്റെ ഇൻഷൂർ തന്നെ എടുത്തത്. 23,700 എത്ര സംതിങ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെയാണ് ചെയ്തത്. എനിക്ക് ലിങ്ക് അയച്ചു തന്നേക്കായിരുന്നു അവർ. നമ്മളെ മരട് മൈജോ മോട്ടോഴ്സിന് അവിടുത്തെ ഒരു ലേഡി അതിൻ്റെ ലിങ്ക് അയച്ചു. അവിടെ പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപ കൂടും. അത് അവരെ കമ്മീഷനായിരിക്കും ചിലപ്പോൾ. അപ്പോൾ എനിക്ക് ലിങ്ക് അയച്ചു തന്നെ, എന്നാൽ നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട്. എന്നാലും ചെറിയ കമ്മീഷൻ ഉണ്ടാവും, കാരണം ഇത് അവരെന്തെങ്കിലും റെഫറൽ ലിങ്ക് ആയിരിക്കും. അത് കുഴപ്പമില്ല. എന്നാലും 1000 കുറയാണെങ്കിൽ അത്രയും നല്ലത്. മറ്റേത് ഓറിയൻ്റൽ പറഞ്ഞിട്ടുള്ള ആ കമ്പനിക്ക് 16 സംതിങ് ഉള്ളൂ. ഞാൻ ഇന്നലെ കുറേ യൂട്യൂബ് നോക്കി ഏതപ്പോൾ എടുക്കേണ്ട, കുറേ ആൾക്കാരോട് ചോദിച്ചു നോക്കി. ലാസ്റ്റ് പിന്നെ മാരുതിൻ്റെ തന്നെ എടുത്തു. നമ്മളെ റിക്സൻ്റെ വണ്ടി 15 ദിവസമായി ഷോറൂമിൽ കിടക്കുകയാണ്. എന്തോ ക്ലെയിമിന് കയറ്റിയതാണ്. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫണ്ട് പാസ്സാവണം. അവൻ്റെത് വേറെ എന്തോ ഒരു കമ്പനിയാണ്. അപ്പോൾ അവന് ഏകദേശം 19 രൂപ ആയിട്ടുണ്ട്. മാരുതിൻ്റെ എത്ര കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്തപ്പോൾ 21 രൂപേനു. അപ്പോൾ അവൻ വേറെ ഏതോ 19 രൂപക്ക് കമ്പനി മാറി എടുത്തിട്ട് ഫണ്ട് പാസ്സായിട്ടില്ല. വണ്ടി ശരിയായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫണ്ട് അവിടെ അടച്ചിട്ട് നമ്മൾ വക അടച്ചിട്ട് വണ്ടി എടുത്ത് കൊണ്ടുവരിക. എന്നിട്ട് ഇൻഷുറിൻ്റെ കമ്പനിക്കാർ നമ്മളെ അക്കൗണ്ടിൽ കട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് ഉണ്ടാവും. മാരുതിൻ്റെ ആകുമ്പോൾ അങ്ങനെ പ്രശ്നമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 2 ആഴ്ച മുമ്പ് ക്ലെയിം ഇട്ടല്ലോ, ആകെ ഒരു 3-4 ദിവസം 3 വർക്കിംഗ് ഡേയ്സിൽ വണ്ടി നമുക്ക് കിട്ടി. ഇങ്ങനെ വേറെ ഇതിൽ നിന്ന് കിട്ടൂല എന്നാണ് എല്ലാവരും പറയണത്. അപ്പോൾ എനിക്കങ്ങനെ ഇതിന് മുമ്പ് ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ സെലേറിയോ ആദ്യം വാടകയ്ക്ക് ഓടിയെന്ന് 700 രൂപയാണ് ഇത് റെൻ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനങ്ങനെ ഏകദേശം ഒരു മാസത്തോളം വണ്ടി ഷോറൂമിൽ കിടന്നു, നമ്മളെ കാക്കനാട് പടമുകളത്തെ ഇൻഡസിൽ. അപ്പോൾ അതും ഇതേപോലെ തന്നെ വണ്ടി റെഡിയായി കിടക്കുന്നുണ്ട്. വണ്ടി വേണമെങ്കിൽ എടുത്തോ, പക്ഷേ പൈസ തന്നിട്ട് എടുക്കുക. എന്നിട്ട് ഇൻഷുറൻസിൻ്റെ കമ്പനി നമ്മളെ അക്കൗണ്ടിൽ ഇടുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അത് റിസ്ക്കാണ്. എത്ര 30-40ൻ്റെ ബില്ലുണ്ടായിരുന്നു. അത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. എന്നിട്ട് പിന്നെ അത് കുറേ ദിവസം കഴിഞ്ഞിട്ട് ഫണ്ട് പാസ്സായി, വണ്ടി കിട്ടി. അങ്ങനെ അന്ന് തന്നെ ആ മുതലാളി അടുത്ത ഇൻഷുർ എടുത്ത് വേഗം മൈജോ മോട്ടോഴ്സ് പോയിട്ട് മരട് പോയിട്ട് അവിടെ ആളറിയുന്ന ആരോ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് വേഗം മാരുതിൻ്റെ ഇൻഷുർ എടുത്ത്. അന്ന് ചിലപ്പോൾ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ അന്ന് അയാൾക്ക് മനസ്സിലായത് എനിക്കുമ്പാടെ അയാൾ മനസ്സിലാക്കി തന്നെ. എന്താ വെച്ചാൽ ഒരു മാസം ഓടാന്നല്ലോ, അതിൻ്റെ പകുതി വാടക ആൾ ചോദിച്ചു. ഞാനങ്ങനെ നെട്ടി. നമ്മൾ ഉണ്ടാക്കിയ സേവിങ്സ് എന്നാണ് പോണത്, വെറുതെ വീട്ടിലിരുന്നപ്പോൾ. അപ്പോൾ എനിക്ക് കൊടുക്കേണ്ടി വന്നു, കാരണം എൻ്റെ 20,000 അഡ്വാൻസ് ആളെ കയ്യിലുണ്ട്. അന്ന് 20,000 ഞാൻ അഡ്വാൻസ് കൊടുത്തേക്കണേ. അത് ഞാൻ എന്നിട്ട് 16 സംതിങ് എത്ര കൊടുത്തു. പകുതി ദിവസത്തെ എന്നോട് ഫുള്ളെന്തോ ചോദിച്ചു തോന്നു. ഞാൻ പറഞ്ഞു ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ പകുതി വേണമെന്ന് പറഞ്ഞു എന്നോട്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പകുതി കൊടുത്തു. എനിക്ക് അപ്പം തന്നെ അയാൾ വെറുത്തു. അതുവരെ എനിക്ക് നല്ല അടിപൊളിയായിരുന്നു, കാരണം ഒരു 3 ദിവസം അടവ് ദിവസം ഇട്ട് കൊടുത്തില്ലെങ്കിലും അത് ചോദിക്കൂല. ഞാൻ ഗൂഗിൾ പേയിൽ ഇങ്ങനെ ഇടുമ്പോൾ ഡേറ്റ് ചെയ്തിട്ടാണ് വിടുക. അതുകൊണ്ട് ഇപ്പോൾ 3 ദിവസം ലേറ്റ് ആയാലും കുഴപ്പമില്ല. ഞാൻ മുഴുവൻ അടക്കലുണ്ട്. അയാൾക്ക് നോക്കി കാണാം. ആൾ എനിക്ക് ഒന്നിനും മന്തിലാണ് നോക്കുന്നുണ്ടോ തോന്നുന്നു. മന്തിൽ ടോട്ടൽ ഒരു എമൗണ്ട് അയാൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതില്ലാന്നുണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ അയാൾ ചോദിക്കണ്ടാവുക. അപ്പോൾ അങ്ങനെ ആയിരുന്നു. പിന്നെ എനിക്ക് അയാൾ എന്തോ ഒരു ഇതായി, കാരണം ഓടാതെ പൈസ ചോദിച്ചപ്പോൾ 16,000 റുപ്യ സംതിങ് എത്ര പോയി ഒറ്റയടിക്ക്. പിന്നെ ഞാൻ വേഗം വണ്ടി കൊടുത്ത് പിന്നെ ഒഴിവാക്കി. പക്ഷേ ആ വണ്ടി വന്നിട്ട് എനിക്കൊന്ന് റെഡിയായി വന്നത്, ഊബർ സേവിങ്സൊക്കെ ആയി വന്നത് 700 റുപ്യക്ക് വണ്ടി കിട്ടിയോണ്ട്. അപ്പോൾ അന്ന് എനിക്ക് അങ്ങനെ ഒരു അറിവുണ്ടായിരുന്നു, ഇങ്ങനെ വേറെ കമ്പനി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതാവുന്നു. പക്ഷേങ്കിൽ ഇന്നലെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ വീഡിയോ ചെയ്തത് ആൾ മാരുതിയിൽ തന്നെ എടുത്താൽ മതി എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ കമൻറ്റ് മുഴുവൻ അയാൾക്ക് എതിരായിരുന്നു. ഓറിയൻ്റൽ മറ്റേതൊക്കെ നല്ല കമ്പനി തന്നെയാണ്, അതങ്ങനെ ലേറ്റ് ആവുന്നില്ല, ഏതോ ടോൾ ഫ്രീ ഉണ്ടായിക്ക് വിളിച്ചാൽ അപ്പം തന്നെ റെഡിയാക്കി തരും, അങ്ങനെ ഇങ്ങനെ. പിന്നെ ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. എല്ലാവരും പിന്നെ എന്നോട് അറിയുന്ന ആൾക്കാരൊക്കെ മാരുതിൻ്റെ തന്നെ എടുക്കാൻ പറഞ്ഞു. പൈസ നോക്കണ്ട, പിന്നീട് ഇപ്പോൾ എനിക്കിപ്പോൾ തന്നെ ഒരു ക്ലെയിം ഇട്ടപ്പോൾ അനുഭവം ഉണ്ടായില്ല. 3 ദിവസം കൊണ്ട് സാധനം കിട്ടും, പെട്ടെന്ന് കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഞാണെങ്കിൽ അടുത്തൊരു ക്ലെയിമും പാടെ ചെയ്യാണ്ട്. അപ്പോൾ ഞാൻ അതിനെ എടുത്ത് 23,700 എത്ര ആയിട്ടുണ്ടായിരുന്നു ബില്ല്. അപ്പോൾ ഏതായാലും ചായ കുടിക്കട്ടെ. മുണ്ടമ്പാലം ചായക്കടയിലാണ് ഇപ്പോൾ ഉള്ളത്.
അപ്പോൾ ഇന്നത്തെ നമ്മളെ കൈനീട്ട ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. റാപ്പിഡോയിലാണ് അടിച്ചിരിക്കണേ, കൃഷ്ണ. അപ്പോൾ ഊബർ ജസ്റ്റ് ഓഫ് ചെയ്തിട്ട് 5 കിലോമീറ്റർ ഉള്ളൂ ഡ്രോപ്പ്, പക്ഷേ 2 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട് റാപ്പിഡോൻ്റെ. രാവിലെ തന്നെ ഊബർ ഓഫ് ചെയ്യേണ്ട ആവശ്യം വന്ന്. കുഴപ്പമില്ല. 4 കിലോമീറ്റർ ആയോ പിക്കപ്പ്? വന്നപ്പോൾ 2 കിലോമീറ്റർ ആണല്ലോ. ഓക്കെ, ഇത് ദീ കൂടിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇത് ലൊക്കേഷൻ കാണിക്കുന്നത് ഈ കൂടിയാണ്. അതെ, എന്താണെന്നോ, ഇത് ഈ കൂടിയുള്ള വഴിയാണ് ട്രിപ്പ് വരുമ്പോൾ കാണിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടി ചെയ്യണതാണ് എനിക്കറിയില്ല. മാപ്പ് വരുമ്പോൾ ദീ കൂടി നമ്മളെ തേവക്ക ജംഗ്ഷൻ കൂടി 4 കിലോമീറ്ററായി. ദീ കൂടി ശരിക്കൊരു വഴിയുണ്ട്, അത് കുറച്ച് ചെറിയ വഴിയാണ്. അപ്പോൾ നമുക്ക് ആ വഴി തന്നെ ഉള്ളു കൂടിയുള്ള വഴി കൂടി തന്നെ പോവാം, കാരണം മറ്റേ നമുക്ക് നഷ്ടമാണ്. ആദ്യം കസ്റ്റമറെ വിളിക്കണം, കാരണം എത്ര ട്രിപ്പ് പോയി പിക്ക് ചെയ്യുമ്പോൾ ഇന്നാളത്തെ പോലെ നമ്മളെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഭയങ്കര നഷ്ടമാവും. ഇതും ഏതോ ഒരു കൃഷ്ണയാണ്, പെണ്ണാൻ തോന്നുന്നുണ്ട്. ഇന്നാളും ഇതേപോലെ ഇന്നാൾ പവിത്രമായിരുന്നു, പവിത്ര, ഓളൊരു പവിത്രം. ഇത് നമുക്ക് ഇവിടുന്ന് കുറച്ചു പോയി കഴിഞ്ഞാൽ അവിടെ കങ്ങരപ്പടി ടൗൺ ഹാളുണ്ട്. ആ ടൗൺ ഹാളിൻ്റെ അവിടുന്ന് ഒരു റൈറ്റൊക്കെ റോഡുണ്ട്. ആ റോഡാണ് ഈ കാണിക്കുന്നത്, ചെറിയ റോഡ്. പിന്നെ ഇന്ന് നമ്മൾ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ മണ്ടനായിട്ടാണ് കയറിയതാണ്. ഞാനെന്താ വെച്ചാൽ റൂമിൽ നിന്ന് ഒരു ഹോർലിക്സ് ഉണ്ടാക്കിയാണ്ട് കുടിച്ചിക്കണേ. അവിടെ ഇന്നലെ രാത്രിക്കത്തെ പാലുണ്ടായപ്പോൾ ഹോർലിക്സ് ഉണ്ടാക്കി കുടിച്ച്, പിന്നെ പഴം കൈ പിടിച്ച് പോന്നിക്കണേ. ഇനിയിപ്പോൾ എന്തിനാ അവിടുന്ന് ഒരു ചായ ഡെയിലി അവിടെ പോയി കുടിച്ചോണ്ട് അതൊരു ശീലമായിക്കണം. ഇത് നമ്മൾ രാവിലെ പണിക്കിറങ്ങണതിൻ്റെ ഒരു ഭാഗമായി കൂട്ടിക്കണം നമ്മളത്, മുണ്ടമ്പാലം പോയി ചായ അടിക്കൽ. അപ്പോൾ ഇന്ന് ചായ അടിച്ചിട്ടില്ല, കുടിക്കാത്ത ഭാഗ്യം. കട്ടൻ ചായ ഓർഡർ ചെയ്താൽ തന്നു. കട്ടൻ ചായ കറക്റ്റ് ഒരു പച്ച വെള്ളമല്ലേ, തിളപ്പിച്ച് തരികയല്ലേ, അപ്പോൾ നല്ല ചൂടുണ്ടാവും. പാല് പറയുമ്പോൾ കട്ടുണ്ടാവുകൊണ്ട് പെട്ടെന്ന് ചൂടയിൽ മാറും. ഇത് കട്ടൻ ചായ ഇറങ്ങി ഇന്നലത്തെ പോലെ നമ്മൾ 2 മുറുക്ക് കുടിച്ചിട്ട് അവിടെ വെക്കേണ്ടീന്. കുടിക്കാത്ത ഭാഗ്യം, ഞാൻ വണ്ടിയിൽ തന്നെ ഇങ്ങനെ ഇരിക്കായിരുന്നു. ഇവിടെ നിന്നുള്ള ഈ റേറ്റ് ആട്ടോ, ഈ കാണുന്ന ബോർഡ് വെച്ച റേറ്റാണ് നമുക്കിപ്പോൾ പോകേണ്ടത്. നേരെയാണ് വഴി കാണിക്കുന്നത്. നേരെ പോയാൽ 4 കിലോമീറ്റർ, ഇതിലെ പോയാൽ നേരെ പോയാൽ 3.6, ഇതിലെ പോയാൽ 1.6. ഇപ്പോൾ വഴി മാറി. അപ്പോൾ ഇതിൽ ചെന്നവിടെ ഇതിൽ കുറച്ചാണ്ടോ, ഇതിലൊരു ഉള്ളു റോഡാണ്. ഇവിടെ മാത്രം ചെറിയൊരു കുഴപ്പമുണ്ട്, പിന്നീട് വലിയ കുഴപ്പമില്ല. ഞാൻ കസ്റ്റമറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 4 മിനിറ്റ് ആവുമെന്ന് പറഞ്ഞാൽ ഓക്കെ, ഞാൻ ഓൾറെഡി ഇവിടെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് എന്നാണ് ആൾ പറഞ്ഞത്. ഞാൻ മൈക്കൊക്കെ ഫോണിൻ്റെ അടുത്ത് വെച്ച് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ അത് വീഡിയോ ഓൺ ആക്കിയിട്ടില്ല. കട്ടൻ ചായ മുണ്ടമ്പാലത്ത് നിന്ന് കട്ടൻ ചായ കുടിക്കാത്തതുകൊണ്ടാണ് നമ്മളെ മെമ്മറി വർക്കായിട്ടില്ല ഓടുന്നു. എന്ത് ചെയ്യാനാ ഇനിയിപ്പോൾ അപ്പോൾ ഓണാക്കിക്കണേ, വീഡിയോ ഓണാക്കിയിട്ടുണ്ട്. നേരത്തെ മൈക്കൊക്കെ റെഡി ആക്കിയാണ്ട് മറ്റേ ഫോണിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് വെച്ച് അതിനാണ് സംസാരിക്കണേ. ആകെ 1 മിനിറ്റേ ഉള്ളൂ, എനിക്ക് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ ആണ് വിളിച്ചതാണ്. അപ്പോൾ നോക്കുമ്പോൾ വീഡിയോ എടുത്തിട്ടുമില്ല. അപ്പോൾ ഏതായാലും ആളിവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. വെഞ്ചല്ലോട്ടെ, വല്ല ഹോസ്റ്റൽ എന്തെങ്കിലും ആയിരിക്കും ചിലപ്പോൾ. നല്ല രസമല്ല, അടിപൊളി ഒരു ക്ലൈമറ്റ്. അവിടെ ഫ്ലാറ്റിൻ്റെ മേലെ എന്തൊക്കെ മിനാരം പോലെ നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു ചെറിയൊരു സൂര്യപ്രകാശവും നല്ല മഞ്ഞും, എന്താ സുഖവും. ഇപ്പോൾ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഒന്ന് റെഡിയായിരുന്നു. അപ്പോൾ അവിടെ ഒരു കാറ് നിർത്തിയിട്ടിരിക്കണേ, ആ കാർക്കാണ് പോകുന്നത്. ഇത് നമ്മളെ വള്ളത്തോളാട്ടോ, വള്ളത്തോൾ കറക്റ്റ് വള്ളത്തോൾ ജംഗ്ഷനിലാണ് ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ ഇനി നേരെ പോയ ബോംബെ കഫേ എത്തും. നമുക്ക് ഏതായാലും പോയിട്ട് ബോംബെ കഫേൻ്റെ അവിടെ നിർത്താം. അല്ലാന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് യൂട്ടേൺ അടിച്ചിട്ട് അവിടെ നിർത്താം, റൈറ്റ് സൈഡിൽ നിർത്താം. ഇനിയിപ്പോൾ ഏതായാലും ചായ കുടിക്കൊന്നും പാടില്ല, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ ടാക്സിക്കാർ നിർത്തുന്ന ഒരു സ്റ്റാൻഡായി മാറിയിരിക്കണം ഇപ്പോൾ ഈ വള്ളത്തോളിൽ കയറ്റം. അവിടെ ഒരു ടാക്സിക്കാരൻ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വലിയ വലിയ ലോറികളൊക്കെ നിർത്തലുണ്ട് ഇവിടെ. 161 രൂപ കിട്ടി റാപ്പിഡോയിൽ. അപ്പോൾ ഞാൻ പിക്ക് ചെയ്തതിന് ശേഷം ആദ്യം ഞാൻ പിക്ക് ചെയ്ത ആ ലെവലിലേക്ക് തന്നെ വണ്ടി അങ്ങനെ കുറച്ചെടുത്തു. ആൾക്ക് ലൊക്കേഷൻ കറക്റ്റ് അറിയില്ല പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ സൂം ഔട്ട് ചെയ്ത് നോക്കിയപ്പോൾ നമ്മളെ മുണ്ടമ്പാലം ഇവിടേക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി പോകുന്ന വഴി തന്നെ പോന്നാൽ പോരെ, മറ്റേത് 5 കിലോമീറ്റർ കണ്ടിട്ടുണ്ടായിരുന്നു ഡ്രോപ്പുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിലൊരു വഴി ഉണ്ടാകുന്ന കൊടുന്ന്. അപ്പോൾ എന്നോട് ഇത് എത്ര തിരിച്ച് പോന്നിട്ടും മാപ്പ് ഇതിലേക്ക് ചാടി വരുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതിൽ വഴി ഉണ്ടോ, ഇത് കാണിക്കുന്നില്ലല്ലോ പറഞ്ഞു. ആൾക്ക് പേടിയൊക്കെ എന്താ അറിയില്ല. ഞാൻ പറഞ്ഞു വഴിയുണ്ട്, ഞാൻ ഇതിലെ പോകുന്നത് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ അവിടെ എത്തി. പിന്നെ കുറച്ചെണ്ണം കഴിഞ്ഞപ്പോൾ ദൂരം കുറഞ്ഞ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പോൾ കുറഞ്ഞ് റെഡിയായി എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്തോ പാലക്കാട്ടേക്ക് എന്തോ പോവാണ്. അപ്പോൾ ഇവിടെ വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് ഡ്രോപ്പ് ചെയ്തു. 161 രൂപയും വാങ്ങി. ഊബറിൽ ട്രിപ്പ് അടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ചോദിച്ചു നോക്കി, അവിടെ വണ്ടി കിട്ടണില്ല പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഊബർ യൂസ് ചെയ്യണില്ല ചോദിച്ചു. ഇല്ല, ഞാൻ റാപ്പിഡോണ് യൂസ് ചെയ്യണമായിരുന്നു. ഏതായാലും ഊബർ ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേ ഞാൻ അങ്ങനെ വീഡിയോൻ്റെ കമൻറ്റുകൾക്കൊക്കെ ഇങ്ങനെ റിപ്ലൈ കൊടുക്കുന്നത്. അപ്പോഴാണ് ഞാനൊരു സംഭവം കണ്ടത്. നമുക്ക് ലാഭമുള്ള ഓട്ടം മാത്രം ഓടിയാൽ മതി, ഞാൻ ഓടിയതാണ് 3 വർഷം, ഇപ്പം ഞാൻ ഗൾഫിലാണ് എന്നുള്ളൊരു കമൻറ്റ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് എന്താ കാരണം, ഊബർ ഓടിയിട്ട് മെച്ചം ഉണ്ടായിരുന്നില്ലോ എന്നാണ് ആൾ ചോദിച്ചിട്ടുള്ളത് അടുത്ത കമൻറ്റ്. ഈ ഊബർ ഓടിയാൽ ആരും ഇതൊരു വലിയ സംഭവം ആക്കിയാണ്ട് ഇങ്ങോട്ട് ഊബർ ഓടാൻ വരുമൊന്നും വേണ്ട. കാരണം
ഇത് സംഭവിച്ചാൽ പൈസ കിട്ടും. ഇതിൻ്റെ ഉപകാരം എന്താ വെച്ചാൽ നമുക്ക് എത്രയും പണിയെടുക്കാം, അതാണ് ഇതിൻ്റെ ഉപകാരം. അതുകൊണ്ടാണ് ഇതിൽ പൈസ കിട്ടണത്. ഇതിനൊരു നിശ്ചിത സമയം ഇപ്പോൾ വെച്ചിട്ടുണ്ട്, 14 മണിക്കൂർ ഇപ്പോൾ സമയം വെച്ചിട്ടുണ്ട്. കാരണം ഉറങ്ങാണ്ട് വരെ ആൾക്കാർ ഡ്രൈവർമാർ ഇത് ഓടിയിട്ട് ആക്സിഡൻറ്റും കാര്യങ്ങളും ഉണ്ടാകുന്നതുകൊണ്ടാണ് ഊബർ ഇപ്പോൾ അങ്ങനെ സമയം കൊടുക്കുന്നത് 14 മണിക്കൂർ. അത് കഴിഞ്ഞ് 6 മണിക്കൂർ തുടർച്ചയായിട്ട് ഓഫ്ലൈൻ ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഊബർ ഓൺ ചെയ്തില്ല, ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും 14 മണിക്കൂർ കഴിഞ്ഞാൽ. അത് നമുക്ക് ഇതിൽ കാണാൻ കഴിഞ്ഞാൽ കാണിച്ചു തരാം. നമ്മൾ ഊബർ എടുത്ത് കഴിഞ്ഞാൽ ഇതിന്മേൽ ക്ലിക്ക് ചെയ്താൽ സി ഡ്രൈവിംഗ് ടൈം എന്ന് പറഞ്ഞിട്ട് സമയമുണ്ട്, ഓപ്ഷൻ ഉണ്ട്. അതിന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയണ്ടോ 13 മണിക്കൂർ 56 മിനിറ്റ് ഇനി എനിക്ക് അവൈലബിൾ ആണ്. ഇത് എപ്പോഴാണ് ഇത് റൺ ആവാന്ന് ചോദിച്ചാൽ ഇത് ഇപ്പോഴൊന്നും കൂട്ടില്ല, ഈ സമയമൊന്നും കൂട്ടില്ല. നമ്മൾ ഓണാക്കിയിട്ട് വണ്ടി മൂവ് ചെയ്യുമ്പോഴാണ് ഇത് കുറയുക. അപ്പോൾ വണ്ടി നമ്മൾ ഓണാക്കിയിട്ട് മൂവ് ചെയ്തിരിക്കണത് ആകെ എത്ര 4 മിനിറ്റ് അല്ലേ, 4 മിനിറ്റ് റൺ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഊബർ ഓഫ് ചെയ്ത് ഇപ്പോൾ നമ്മൾ നിർത്തിയിട്ടിരിക്കുകയാണ്. അതുവരെ റാപ്പിഡോ ഓടിയത്. അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഇതിൽ കുറച്ച് പൈസ ആൾക്കാർ ഉണ്ടാക്കുന്നത്, കുറച്ചധികം ഓടിയിട്ട്. ഈ പണി നമ്മൾ വേറെ ഓഫീസിലോ വേറെ കടയിൽ പോയാലോ പണിയെടുത്തിട്ട് കാര്യമല്ല. അത് നമുക്ക് തന്നെ അറിയാം, എത്ര പണിയെടുത്താലും ഒരു ഫിക്സഡ് സാലറി ഉണ്ടാവും, അത് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇത് അങ്ങനെയല്ല, എത്ര ഓടണു അത്രയും പൈസ കിട്ടും. അതുകൊണ്ട് നമ്മൾ ഓടും, പൈസ ഇങ്ങനെ കയ്യിൽ വരുമ്പോൾ നമ്മൾ ഓടും. പിന്നെ ഇതിൻ്റെ ഒരു ലാഭമുള്ളത് നമുക്ക് എപ്പോഴും നിർത്താം, കുറേ ദിവസമാണ് ലീവ് എടുക്കുക, ആരോടും പറയണ്ട, ഒന്നും പറയണ്ട. ഞാൻ അതിനൊരു ഉദാഹരണമാണ്, ഞാൻ എപ്പോഴും ലീവ് എടുക്കും കാര്യങ്ങൾ. ഞാനത് മാക്സിമം അത് ഉപയോഗിക്കുന്നുണ്ട്. പാകത്തിന് ഇങ്ങനെ ചെറിയ പൈസ ഉണ്ടാക്കിയാണ്ട് നിൽക്കുന്നത്, അതാണ് ഞാനിതിൽ ഉപയോഗിക്കുന്നത്. കൂടുതൽ ഓടിയിട്ടുള്ള പൈസ ഞാൻ ഉണ്ടാക്കുന്നില്ല. എനിക്ക് വേണമെങ്കിൽ ഓടിയാൽ നല്ല പൈസ ഉണ്ടാവും, പക്ഷെ എനിക്ക് ലീവും കാര്യങ്ങളും കിട്ടില്ല. എനിക്ക് ഇതാണ് ഇഷ്ടം, കുറച്ച് നേരം ഓടുക, ആവശ്യത്തിനുള്ള പൈസ. എന്തായാലും ഒരു കടയിൽ നിൽക്കണില്ലാറെ പൈസ ഞാൻ ഊബർ ഓടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് വീട്ടിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം അവിടെ പോകണമെങ്കിൽ അവിടെ പോകുക, അവിടെ പോകണമെങ്കിൽ എല്ലാ പരിപാടികളും നടക്കും. ഒന്നാമത് അതാണ്. പിന്നെ ഉള്ളത് മറ്റേതും. അല്ലാണ്ട് ഇതിലങ്ങോട്ട് മലമറിക്കാന്ന് എഴുതിയിട്ട് നടക്കൊന്നുമില്ല. ഓടുന്നവരുണ്ട്, അത്രയും കഷ്ടപ്പെട്ട് ഓടുന്നവരുണ്ട്, പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഫസ്റ്റത്തെ ഓപ്ഷന് കൂടുതൽ ഓടിയാൽ കൂടുതൽ പൈസ കിട്ടും. അതിനാണ് ഇപ്പോൾ ഊബർ അങ്ങനെ ഒരു കണ്ടീഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ 16 മണിക്കൂറുണ്ട്. അതിപ്പോൾ കുറച്ചായിട്ടുള്ള കൊടുക്കുന്നുണ്ട്, കുറച്ചല്ല. ഞാൻ വരുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നില്ല, വന്നതിന് ശേഷമാണ് ഈ ഇത് വന്നത്. പിന്നെ ഈ ഊബർ ഓടിയ കുറേ ആൾക്കാർ ഊബർ നിർത്തിങ്ങാണ്ട് ഗൾഫ് പോയവരുണ്ട്. ഇനി കുറേ ആൾക്കാർ ഗൾഫ് നിർത്തിയിട്ട് ഊബർക്ക് വന്നവരുണ്ട്. ഇത് രണ്ടും ഉണ്ട്. അപ്പോൾ ഇത് പറയാൻ കാരണം ഇത് അത്ര വലിയൊരു മെച്ചമുള്ള അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല. ഇതിന് അങ്ങനെ കണക്ക് കൂട്ടാൻ പറ്റൊന്നുമില്ല. നമുക്ക് പണിയെടുത്താൽ തന്നെ പൈസ കിട്ടുള്ളൂ ഇതിലും. അപ്പോൾ കുറേ ആൾക്കാർ ഊബർ നിർത്തിയിട്ട് ഗൾഫിലും പോയിട്ടുണ്ട്, ഗൾഫിൽ നിന്ന് കുറേ ആൾക്കാർ നിർത്തിയിട്ട് ഊബർക്കും വന്നിട്ടുണ്ട്. രണ്ടും സംഭവിച്ചിട്ടുണ്ട്. എല്ലാ പണിൻ്റെയും പോലെ തന്നെ കുറച്ച് മടുക്കുമ്പോൾ ആൾക്കാർ ഇതിൽ നിന്ന് പോകും, പിന്നെ ഇതിലേക്കൊന്ന് വരും. അങ്ങനെ തന്നെ ഇത് വലിയ വേറെ വ്യത്യാസവും കാര്യങ്ങളൊന്നും ഇല്ല ഈ പണിക്ക്. നമ്മൾ വണ്ടി ഇവിടുന്ന് എടുക്കുക കേട്ടോ. 7:45 സമയം. ഇതുവരെ ഇവിടുന്ന് ട്രിപ്പ് അടിച്ചില്ല. ട്രിപ്പ് അടിച്ചു, മാച്ച് ട്രിപ്പുകൾ ഒരു 5-6 എണ്ണം വന്നു. ഒക്കെ ഒരേ ട്രിപ്പ് തന്നെ, ഒരു 200 എത്ര രൂപയുടെ ട്രിപ്പ്, 1.5 കിലോമീറ്റർ പിക്കപ്പിലുള്ള. പക്ഷെ എത്ര നോക്കിയിട്ടും കിട്ടുന്നില്ല. ഇപ്പോൾ സമയം 7:45, 8 മണിയാവാനായി. ആ ബ്ലോക്കിൻ്റെ സമയം ആവാനായി. ഏകദേശം ബ്ലോക്ക് ആയി തുടങ്ങിയിട്ടുണ്ടാവും. ഇവിടെയൊക്കെ നല്ല നേരം വെളുത്തുണ്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ ഇവിടെ കൊല്ലം കുടിമകൾ ആ ഭാഗത്തേക്ക് ചെന്ന് നോക്കാം. ഇതിൽ കൂടി കുറച്ചാണ് പോയിട്ട് നമ്മൾ ഭാരത് മാതാൻ്റെ പമ്പിൻ്റെ കൂടി റോഡുണ്ട്, ആ റോഡ് കൂടി അങ്ങനെ കയറി പോവാം ചിറ്റിലപ്പള്ളി സ്ക്വയറിൻ്റെ അടുക്ക്. അവിടെ നിന്നാണല്ലോ നമുക്ക് രാവിലെ ട്രിപ്പ് അടിക്കൽ. അപ്പോൾ അവിടെ ചെന്ന് നോക്കട്ടെ, ഇവിടുന്ന് എന്തായാലും അടിക്കണില്ല. അപ്പോൾ നമ്മളാ നിർത്തുന്നതിൻ്റെ ഏകദേശം അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ചിറ്റിലപ്പള്ളി സ്ക്വയർ കേട്ടോ. അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് നിർത്തിയിട്ട് നോക്കാം. ഒരു 8 മണിയായിക്കോട്ടെ, 7:48 ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അടിച്ചില്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഫ്രണ്ടിൽ പോയാൽ ഒരു കിലോമീറ്റർ തികച്ചില്ല. അവിടെ നമ്മൾ വണ്ടി നിർത്തൽ, അവിടെ കൊണ്ടുപോയി വണ്ടി ഇടാം. നമ്മളിപ്പോൾ അമൃത ഹോസ്പിറ്റലിലാണുള്ളത്. ഇതായിരുന്നു നമ്മളെ കസ്റ്റമർ. ഇത് നമ്മളെ മുമ്പും വണ്ടിയിൽ കയറിയിട്ടുള്ളത്. ഇതിപ്പോൾ ഊബറിൽ ഇപ്പോഴും 0 കേട്ടോ. നമുക്ക് റാപ്പിഡോ തന്നെ ട്രിപ്പ് അടിച്ചത്. നമ്മളവിടെ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തപ്പോൾ നമുക്ക് 2-3 മാച്ച് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അതൊന്നും കിട്ടിയില്ല. പിന്നെ റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ച് അതെടുത്ത് പോകുന്നു. ഇപ്പോൾ ടോട്ടൽ റാപ്പിഡോയിൽ 350 രൂപേൻ്റെ ട്രിപ്പായിട്ടുണ്ട്. ഇത് ട്രിപ്പ് വന്ന സമയത്ത് എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോളിലായിരുന്നു ഇത്. പിക്കപ്പ് ഇവിടുന്ന് വന്നാലോ, നമ്മളെ എക്കോടനും എക്കോട്ടാറ്റാണ് 2 ഫ്ലാറ്റ് ഉണ്ട്. നമ്മൾ നിന്നതിൻ്റെ ഏകദേശം ആ വള്ളത്തോൾ ജംഗ്ഷനിലാണ്. നമ്മളതിൽ അങ്ങനെ പോയി മുണ്ടമ്പാലം പോയി അത്താണിക്ക് തന്നെ വീണ്ടും കയറി വന്നു. ഒന്ന് ചുറ്റി പോന്ന്, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കസ്റ്റമർ നമുക്കിതിന് മുമ്പും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഊബറിലാണ് കിട്ടിയിരിക്കുന്നത്. ഇതും പാടെ കൂടി ഒരു 4-5 ട്രിപ്പ് ആയിട്ടുണ്ടാവും ഇപ്പോൾ. അപ്പോൾ ആൾക്ക് എന്നെ വല്ലാണ്ട് മനസ്സിലായില്ല. കാരണം ദിവസം ഊബർ വിളിച്ചു വരുന്നതല്ലേ, നമുക്ക് മാത്രമേ ആൾ മനസ്സിലായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു, നിങ്ങൾ റാപ്പിഡോ യൂസറാണ് ചോദിച്ച്. അപ്പോൾ എന്നോട് കുറച്ച് സംസാരിച്ച് മുമ്പ് കയറിയ ആളാണെന്ന് മനസ്സിലായി. പിന്നെ വേറെ സംഭവം കൂടി ഉണ്ട്. ഇന്നാൾ ലാസ്റ്റ് വന്ന് നമ്മൾ പ്രശ്നം ഉണ്ടായിരുന്നു 2 ആളും പാടെ. അത് അയാൾക്ക് എന്നെ മനസ്സിലായിക്കണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഞാൻ പറയണമെന്നുണ്ടായിരുന്നു, പിന്നെ വേണ്ടാന്ന് വെച്ച്. ഇന്നാൾ ജസ്റ്റ് ഞാൻ തൊട്ടപ്പുറത്ത് എക്കോടിന് എക്കോട്ടായിട്ടാണ് 2 ഫ്ലാറ്റാണ്. രണ്ടൊരു കോമ്പൗണ്ടിലാണ്, ചെറിയൊരു മതിലിൻ്റെ അപ്പുറം. അപ്പോൾ ഞാൻ ഒരു ദിവസം അറിയാണ്ട് മാറിയിട്ട് അവിടെ പോയി നിന്ന് അരേവട് നിന്നിട്ട്
എന്നിട്ട് കോളും ചെയ്ത്. അപ്പോൾ ആളെ കാണാനില്ല. എന്നിട്ട് തൊട്ടപ്പുറത്തായിരുന്നു. അതിന് എന്നെ കുറേ ചീത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആളെ പുകഴ്ത്തി പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കാരണം ആൾ ചെയ്ത നല്ലൊരു കാര്യമായിരുന്നു. നമ്മളെ വണ്ടി നോക്കി നിൽക്കായിരുന്നു. അങ്ങനെ വേണം ആൾക്കാർ. അപ്പോൾ ചില കസ്റ്റമർ ഉണ്ടാവും, നമ്മൾ ചെറിയ വഴിയിലാണെങ്കിലും വണ്ടി അവിടെ കൊണ്ടിട്ടാലും കൂടി കസ്റ്റമറെ കാണൂല, വേഗം ഹോണടി വരും. ഇവിടെ പിന്നെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ വരുന്നത് വരെ നമ്മളെ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ഇങ്ങനെയാണ് ശരിക്ക് ഊബർ ടാക്സി വിളിക്കുമ്പോൾ ചെയ്യേണ്ടത്. നമ്മളൊരു വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ വണ്ടീനെ വെയിറ്റ് ചെയ്തിട്ട് ആൾ നിൽക്കണം. നമ്മൾ ആളെ വെയിറ്റ് ചെയ്യണ സമയം ഉണ്ടാവരുത്. ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, നല്ല പാർക്ക് ചെയ്യാൻ പറ്റിയ സൗകര്യമുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഓക്കെ. വല്ല ഫ്ലാറ്റൊക്കെ ആണ്. ചിലവർ ചെറിയ ഇടുങ്ങിയ റോട്ടിൽ നിന്നൊക്കെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കണേ. അങ്ങനത്തെ ഒരു നിർബന്ധമായിട്ട് ഇറങ്ങി നിൽക്കണം റോട്ടിൽ. കാരണം നമുക്ക് വന്നേക്ക് ആളെ പിക്ക് ചെയ്യുക, പോവുക. കാരണം അവിടെ നിർത്തി കഴിഞ്ഞാൽ നമുക്കായിരിക്കും ചീത്തവിളി ഹോണടിയും വരിക. അപ്പോൾ അന്നത്തെ വീഡിയോയിൽ ഞാൻ ഇയാളെ പറ്റി നല്ല കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ചീത്തയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു 10 ട്രിപ്പ് കിട്ടിയാൽ 2 ട്രിപ്പേ നിങ്ങളെപ്പോലെ ആൾക്കാരുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ അങ്ങോട്ട് വെയിറ്റ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അയാൾക്ക് എന്നെ മനസ്സിലാക്കണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഇന്ന് അത്യാവശ്യം കുറച്ച് സംസാരിച്ച് എന്നോട് സ്ഥലം എവിടെ ചോദിച്ച് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് നല്ല ഡീലിംഗ് ആയിട്ട് പോന്ന്. റാപ്പിഡ് 209 രൂപ ആയത്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് റാപ്പിഡോക്ക് മാറാൻ കാരണം. അപ്പോൾ റാപ്പിഡോയും ഊബറും യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് രണ്ടിലും റേറ്റ് വ്യത്യാസമുണ്ട്. ഊബറിലൊക്കെ ഈ ഈവനിങ് സമയമായാൽ ഇപ്പോൾ ഈ പോകുന്ന ഇതുണ്ടല്ലോ, ഇത് 209 രൂപക്കാണ് ഇപ്പോൾ റാപ്പിഡോയിൽ പോകുന്നത്. അത് 370 ആ സംതിങ് ഒക്കെ ആവുന്ന പറഞ്ഞത്. അപ്പോൾ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ശരിയാണ്, സമയം കിലോമീറ്റർ നോക്കിയിട്ട് കാര്യമില്ല, സമയം കുറേ പോകുന്നുണ്ട് ഡ്രൈവർക്ക്. പക്ഷേങ്കിൽ ഒരു 50 രൂപയ്ക്ക് കൂട്ടാൻ പറ്റുള്ളൂ എന്നൊക്കെ. അപ്പോൾ അതിനോട് എനിക്ക് വലിയ യോജിപ്പ് വന്നില്ല. കാരണം നമ്മളെ 1 മണിക്കൂർ സമയമൊക്കെ പോകും ചില ബ്ലോക്ക് കടന്നാൽ. നമ്മൾ വേറെ ട്രിപ്പ് ഓടാൻ സമയം കൂടി പോവുകയാണെങ്കിൽ. പക്ഷേങ്കിൽ ഇതെന്ത് സംഭവം ചോദിച്ചാൽ അത്തരം ഒരു ബ്ലോക്ക് വരുമ്പോഴും കൂടി നമുക്ക് വലിയ മാന്യമായിട്ട് റേറ്റ് കിട്ടൂല. ഊബർ അത്രയും വലിയൊരു സംഖ്യ വാങ്ങുന്നുണ്ട് 370ഒക്കെ. പക്ഷേ നമുക്ക് തരുന്നില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ഊബർ അപ്പോഴും അതിനും ചാമ്പും. അതാണ് ഊബറിനൊരു ചിലവുമില്ല. ശരിക്കും എപ്പോഴും എടുക്കണ കിലോമീറ്ററിൻ്റെ ഇത് എടുത്താൽ മതി, കമ്മീഷൻ എടുത്താൽ മതി. ഇയാൾ ഈ ഊബറിൻ്റെ ആൾക്കാർ ബ്ലോക്കിൽ നമ്മൾ കുടുങ്ങുമ്പോൾ അപ്പോൾ കൂട്ടണ പൈസയിൽ നിന്നും ഇവർ കൈയിട്ട് മാന്തും. അതാണ് ഊബറിൻ്റെ ഒരു സ്വഭാവം. അതാണ് ഈ കസ്റ്റമറിന് നല്ലൊരു ഹെവി എമൗണ്ടായി മാറും ഇത് ഊബർ ബുക്ക് ചെയ്യുമ്പോൾ. നമുക്ക് വലിയ കിട്ടണമില്ല. അതാണ് പ്രശ്നം. ഇവർ നമ്മളെയാണ് ഒരു രീതിയിൽ നോക്കുക, നമ്മളാണ് റേറ്റ് കൂട്ടുന്ന രീതിയിൽ. ഏതായാലും ഇപ്പോൾ ആ ട്രിപ്പ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. അമൃതിയിൽ നിന്ന് ഇങ്ങനെ പോകുന്നതുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ റേറ്റ് തിരിയണോ വേണ്ട, നമുക്ക് സ്ട്രൈറ്റ് പോവാം. സ്ട്രൈറ്റ് പോയിട്ട് എവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി സ്ഥലം ഉണ്ടാവട്ടെ. അപ്പോൾ എവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ടാക്സി വണ്ടികളുണ്ട്. ഇവിടെ നിന്നിട്ട് വലിയ കാര്യമില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ എന്തായാലും ട്രിപ്പ് കിട്ടൂല. അത് എപ്പോഴും കിട്ടണ അത്ര ചാൻസ് കുറവായിരിക്കും. കാരണം രാവിലെ സമയങ്ങളിൽ കിട്ടൂല. ഇപ്പോൾ 8:23 ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് നേരെ ഫ്രണ്ടിലേക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ ആസ്റ്റർമൺ സിറ്റിൻ്റെ അവിടേക്ക് എത്തും. അവിടെ എത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് നല്ലൊരു ഗ്യാപ്പ് ഇട്ടാണെങ്കിൽ അവിടെ സൈഡാക്കാം. ഇവിടുന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയിട്ടാണ് ഇന്നാളെ നമുക്ക് ഇവിടേക്ക് ട്രിപ്പ് അടിച്ചത്. ആ കോട്ടയം ഭാഗത്തേക്ക്. കോട്ടയം അല്ലല്ലോ, ആ റൗണ്ട് ട്രിപ്പ് കിട്ടിയില്ലാന്ന്. അത് ഇവിടുന്ന് കുറച്ചുകൂടി പോയിട്ട് ഫ്രണ്ടിൽ നിന്നാണ് ആ ലേഡി അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എവിടെയൊക്കെ സൈഡാക്കാം. നമ്മളിവിടെ ഏകദേശം ഇവിടെ ചേരാനല്ലൊരു ജംഗ്ഷൻ എത്താനായിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിപ്പോൾ സൈഡാക്കിയിട്ടുണ്ട്. ഊബറേ വീണ്ടും ഓണാക്കിയിട്ടുണ്ട്. റാപ്പിഡോം പാടുണ്ട്. യാത്രയും പാടെ കുറച്ച് നേരം ഒന്ന് ഓണാക്കിയിട്ടെ. കാരണം ഊബർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓഫ്ലൈൻ ആക്കല്ല. അപ്പോൾ വീണ്ടും ട്രിപ്പ് കിട്ടാൻ ചാൻസ് കുറയും. ഇവിടുന്ന് അടുത്തുനിന്ന് കാര്യം ഊബർ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിലേ നമുക്ക് പ്രയോറിറ്റിയിൽ കിട്ടുള്ളൂ. ഊബറിന്ന് അടിച്ച് കിട്ടിയാൽ ഭാഗ്യമായിരുന്നു. ഇപ്പോൾ 2 ട്രിപ്പ് റാപ്പിഡോയിലാണ് ഓടിയത്. സമയം 9:28 ഇതുവരെ ട്രിപ്പ് അടിച്ചിട്ടില്ല. കുറേ സമയം ഇവിടെ തന്നെ നിർത്തിയിട്ട്. ഇപ്പോൾ ഇവിടെ പോകാൻ നിൽക്കുമ്പോഴാണ് നമ്മളെ താജുദ്ദീൻ നമ്മളെ വീഡിയോ കണ്ടു വന്നത്. കുറേ ആയി കോണ്ടാക്ട് ചെയ്തിട്ട്. അപ്പോൾ ആളിങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് CNG അടിക്കാൻ പോയിക്കാണ്. ഇപ്പോൾ ആൾ വരുന്നുണ്ട് പറഞ്ഞ് ആളെയും പാടൊന്ന് കണ്ടിട്ട് പിരിയാം. നമ്മളെ താജുദ്ദീൻ വരുന്നുണ്ട് കേട്ടോ. താജുദ്ദീൻ ഇത്ര ചൊറുക്കായിരുന്നു. താജു കണ്ടുമുട്ടി ഗൈസ്, താജു. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. സമയം 9:45 ആയിട്ടുണ്ട്. അപ്പോൾ താജുദ്ദീന് ചായ കുടിച്ചിട്ടില്ല. അവന് ചായ കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടേക്ക് ഒരു ഹോട്ടൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവിടെയെന്ന് അറിയില്ല. ഏതായാലും ഇങ്ങനെ അന്വേഷിച്ച് പോയോക്കട്ടെ. അപ്പോൾ ഇനി ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച്. നമുക്കും കുടിക്കാം. ഞാനും ഒരു ഹോർലിക്സ് അല്ലേ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാം. അതുവരെ ഊബർ ഓഫ് ചെയ്ത് കേട്ടോ.
നമുക്കിപ്പോൾ ഒരു റാപ്പിഡോയിൽ വീണ്ടും ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഊബറിൽ ഇതുവരെ അടിച്ചില്ല കേട്ടോ. 10:38 സമയം. നമ്മൾ താജു ട്രിപ്പ് അടിച്ചിട്ട് പോയി മറൈൻ ഡ്രൈവ്ക്ക്. പോകുമ്പോൾ പോയിട്ട് 1 അരമണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ വണ്ടി എടുത്ത് എവിടേക്കൊരു പോകാൻ നിൽക്കുമായിരുന്നു. അപ്പത്തിന് റാപ്പിഡോയിൽ ഒരു റിഷാന ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഊബർ ഓഫ് ചെയ്യട്ടെ. ഊബർ ഇനി ഇങ്ങനെ ഓഫാക്കിയാണ്ട് വേണം എന്താ അറിയില്ല. ഊബർ ഇന്ന് ട്രിപ്പേ തന്നിട്ടില്ല. മാച്ചുകൾ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെയൊക്കെ, പക്ഷെ അത് നമുക്ക് കിട്ടിയില്ല. ഇപ്പോൾ താജുവിന് വന്ന മാച്ചൊന്നും എനിക്ക് വന്നില്ല. അത് എന്ത് സംഭവം എന്നറിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇവിടെ കിടക്കുന്നത് ചേരാനല്ലൂർ അവിടെ. അപ്പോൾ ഫ്രണ്ടിക്ക് പോയിട്ട് ഈ സർവീസ് റോഡ് കയറി പോകേണ്ടി വരും. അവിടുന്ന് റൈറ്റിക്കാണ് കാണിക്കുന്നത്. 800 മീറ്റർ ആവട്ടോ പിക്കപ്പ്. അത് നമ്മൾ ക്ലോസ് ചെയ്തിട്ടോ. ഈ ഒരു ഫാമിലി ആയിരുന്നു ട്രിപ്പിലുണ്ടായിരുന്നത്. ആ കുട്ടി ഭയങ്കര കളിയായിരുന്നു. സീറ്റിലൊക്കെ അവിടെ ചളിയായിട്ടുണ്ട്. ഇവിടെ ലാസ്റ്റ് അവിടെ ചവിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലാസ്റ്റാണ് കണ്ടത്. പേയ്മെൻറ്റ് ചെയ്യാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞപ്പോഴാണ് അവിടെ ചവിട്ടി നിൽക്കണുണ്ട്. അപ്പോൾ അതിൻ്റെ ഉമ്മ കാല് മാറ്റാൻ പറഞ്ഞു. അത് ഞാൻ നോക്കിയോണ്ടായിരിക്കും. അതിൻ്റെ മുമ്പ് കുറേ കളികൾ കളിക്കുന്നുണ്ടായിരുന്നു അവിടുന്ന്. എവിടെയൊക്കെ ചവിട്ടി ചളിയാക്കിക്കണോ. നമ്മളേ ഇപ്പം അവിടുന്ന് ഇങ്ങോട്ടാണ് വരേണ്ടി ഉണ്ടായിരുന്നത്. ശരിക്കുള്ള മാപ്പ് അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ നേരെ കുറച്ചുകൂടി ഫ്രണ്ട് പോയ സംസ്കാര ജംഗ്ഷൻ എത്തും. അപ്പോൾ അവിടെ കൂടി വരുമ്പോൾ അവിടെ ബോർഡ് വെച്ചിരിക്കണം. ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ പോകുമ്പോൾ ഓക്കെ, നമുക്കണ്ട് യൂട്ടേൺ അടിച്ചിട്ട് ജസ്റ്റ് റൈറ്റ് തിരിഞ്ഞാണ്ട് കയറി പോകാൻ പറ്റും. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ റോട്ടിലേക്കുള്ള ഡയറക്റ്റ് കണക്ഷൻ ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒഴിവാക്കി. പക്ഷേങ്കിൽ മാപ്പ് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്കറിയാം ഇവിടെ എന്തായാലും ഓടിക്കാൻ പറ്റൂല. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് തമ്മനം പോയിട്ട് അതിൽക്കൂടി വരേണ്ടി വരും. അപ്പോൾ കുറേ ലോങ് ആവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് എടപ്പള്ളി നമ്മളെ മറ്റേ ചെങ്ങമ്പുഴ വഴിക്കൂടിയാണ് വന്നത്. പക്ഷേങ്കിൽ അതിൽക്കൂടി വന്നുകൊണ്ട് കുറേ സമയം എടുത്ത്. എന്താ വെച്ചാൽ അവിടെ ചെങ്ങമ്പുഴ പാർക്കിൻ്റെ അവിടെ ഒരു ബസ് എന്തോ ആക്സിഡൻ്റ് ആയിട്ട് ഭയങ്കര തിരക്ക്. ആ എടപ്പള്ളി സിഗ്നലിൻ്റെ അവിടെ നിന്നാണ് തുടങ്ങിക്കണോ ബ്ലോക്ക്. അപ്പോൾ ഞാൻ പെരും ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപാടെ കഴിഞ്ഞിട്ട് പോയി. ഏതായാലും ഊബറിൽ ട്രിപ്പും ഇല്ല. ഒന്ന് റാപ്പിഡോ അല്ലേ 3 ഓടിയത്. ഇങ്ങനെ ബ്ലോക്ക് വേണമെന്നുണ്ടെങ്കിൽ നിർത്താമെന്ന് എഴുതിക്കാന്. പിന്നെ ബസ്സിൻ്റെ ആക്സിഡൻറ്റ് കണ്ട അവിടെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഓക്കെ ഫ്രീ ആയി. അപ്പോൾ പിന്നെ അതിൻ്റെ ബ്ലോക്കാണ്. അപ്പോൾ ഇന്ന് വല്ലാണ്ട് വണ്ടികളില്ല, ഓട്ടം കുറവാണെന്നാണ് എല്ലാവരും പറയണത്. എന്താ ഇപ്പോൾ സംഭവം എന്നാവും. കണ്ടോ ഈ ബോർഡുകൾ കണ്ടോ. അവിടുന്നാണ് വരേണ്ടത് ശരിക്കും. ആ ചുവപ്പ് കാർ പോയെ. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഡയറക്റ്റ് കയറാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇവിടുന്ന് റൈറ്റ് കയറിയാൽ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പോവാം. പക്ഷെ അവിടുത്തോർക്ക് ഡയറക്റ്റ് അങ്ങോട്ട് പോകണം. കണ്ടോ അവിടെ പോയാൽ നേരെ പോയാൽ തമ്മനത്തേക്ക് എത്തുക. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു വഴി ഉണ്ടായിരുന്നു, ഡയറക്റ്റ് വഴി. ഇപ്പോൾ ഇവിടെ എന്തോ റെസ്ട്രിക്റ്റഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല വീതിയും കൂടിയ റോഡ്. ഈ ഇൻ്റർലോക്കൊക്കെ പിന്നെ വന്നതാണ്. അതിന് ശേഷമാണ് ആ റോഡ് അവിടെ അങ്ങനെ ആക്കിയത്. അങ്ങനെ ആക്കിയതുകൊണ്ട് അവിടുത്തെ ബ്ലോക്കാണ് ഒഴിഞ്ഞിട്ട്. അവിടെ നല്ല ബ്ലോക്കുള്ളൊരു ഏരിയ ആയിരുന്നത്. അതുകൊണ്ട് ആ ബ്ലോക്കാണ് ഒഴിഞ്ഞിട്ട്. ഇനി വല്ല തണൽ ഏരിയയിലും വണ്ടി പാർക്കട്ടെ. ഞാനേ ജസ്റ്റ് ഈ പൈപ്പില റോട്ടിലൊരു തണലിട്ടപ്പോൾ നിർത്തിയിട്ടുണ്ട്. ഇവിടെ നോ പാർക്കിങ്ങിൻ്റെ ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വീടിൻ്റെ ഫ്രണ്ടാണ്. അത്യാവശ്യം ഇങ്ങോട്ട് കയറ്റിട്ടിരിക്കണമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഫോൺ ഇവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിലൊന്ന് കയറി നോക്കട്ടെ, വിസിറ്റ് ചെയ്ത് നോക്കട്ടെ. അവിടെ എന്തോരം ചളികളാക്കിക്കണമെന്ന് കാണാൻ കഴിയുമല്ലോ. ഇവിടെ വലിയ ചളികളില്ല. കുട്ടിയുടെ ഓറിൻ്റെ ഭാഗത്തായിരുന്നു ഞാൻ. ഇവിടെ ഇതവിടെ കണ്ട, ഇവിടെ കണ്ടോ ചളി. അതെന്താന്നോ തള്ള അതിൻ്റെ ഇമ്മ ഇവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആളെന്തോ ഫോണുമ്പോൾ എന്തോ കളിക്കുകയാണ്. അവിടെ പിന്നെ കാക്ക അപ്പിട്ടിട്ടുണ്ട്. അതുപോട്ടെ ഇതുകൊണ്ട് ഇത്രയും ചവിട്ടിക്കണം. ലാസ്റ്റ് ഞാൻ പേയ്മെൻറ്റ് ചെയ്യാൻ നേരത്തെ ഇങ്ങോട്ട് ജസ്റ്റ് നോക്കിയപ്പോഴാണ് ഇവിടെ ചവിട്ടിങ്ങ് നിൽക്കണുണ്ട്. അപ്പോൾ ഇമ്മ ജസ്റ്റ് കാലെടുക്കാൻ പറഞ്ഞു. നമ്മൾ നോക്കിക്കൊണ്ടായിരിക്കും. ഈ ഭാഗത്തില്ല, ഈ ഭാഗത്തായിരുന്നു കുട്ടി ഇരുന്നത്. കൂടുതൽ ഡോർമയാണ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ചെറിയ ചളിയുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചളികളാക്കിയിട്ടുണ്ട്. ഇവിടെ വരെ ചവിട്ടിയിട്ടുണ്ടോ. ഈ സിബിൻ്റെ മേലെ വരെ ചവിട്ടി. ഇതെന്താ പ്രശ്നം വെച്ചാൽ ശരിക്കും ഇമ്മ അത് നോക്കണം. അതെന്താണെന്നോ നോക്കൂല. ഞാൻ ആ എടപ്പള്ളിയിൽ നിന്ന് എന്തോ സംശയം ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് റിപ്ലൈ കിട്ടിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ മൊബൈലിൽ എന്തോ കളിയാണ്, കുട്ടീനെ ശ്രദ്ധിക്കണില്ല. പിന്നെ ഞാൻ വേണ്ട ഡോറ് ലോക്കാക്കി. കുട്ടി ഈ ഭാഗത്തായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തൊക്കെ ഇങ്ങനെ ചോട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇടയ്ക്ക് നീച്ചിരുന്നു. നമ്മളെ തലൻ്റെ അടുത്തേന് കുട്ടീൻ്റെ തല. അപ്പോൾ അങ്ങനെ കുറേ വികൃതികൾ എനിക്കറിയാം ഇവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്നോ, ഇനി അടുത്ത കസ്റ്റമർ കയറുമ്പോൾ ഇത് ചളി കാണും. നമ്മളിപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ കുട്ടി ചവിട്ടണ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് കയറി നോക്കണം. ഇല്ലാന്ന് ഞാൻ കയറി നോക്കില്ല. അപ്പോൾ ഞാൻ അടുത്ത കസ്റ്റമർ ഇത് കാണുമ്പോൾ എൻ്റെ വണ്ടി എന്താ ഇങ്ങനെ സീറ്റും കൂടെയൊക്കെ ഇത് അത്രയും ഹൈറ്റിലാണ് നിൽക്കണത്. കാല് ചവിട്ടണ അവിടെയും കൂടി അല്ലല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യും, ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യും. നമ്മൾ അങ്ങനത്തെ ഒരു പരിഗണന തരുള്ളൂ. നമ്മൾ വണ്ടി ഇത്രയും ക്ലീനിൽ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഈ പിടുത്തത്തിൻ്റെ അവിടെയൊക്കെ ഇവിടെയൊക്കെ ചെറിയ ചളികളായിട്ടുണ്ട്. ഇതൊക്കെ അവരെ കൈകൊണ്ടാണ്. നമുക്ക് അവരോട് കസ്റ്റമറോട് പിടിക്കേണ്ട വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചളിയാവണതാണിത്. അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ട് ഇതിപ്പോൾ തോത്താം. നമ്മൾ ഇന്നാണെങ്കിൽ ആ ക്ലോത്ത് കൊടുത്തില്ല, നനച്ചെടുത്തില്ല ക്ലോത്ത്. അപ്പോൾ കൈ കൊണ്ട് തട്ടി ശരിക്കും പോകില്ല. അതിമ്പോൾ പിടിച്ച് നിൽക്കണം ചളി. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. ഊബറിൽ ഇപ്പോൾ ഇന്ന് 0 ഏണിങ്സ് ആണ്. റാപ്പിഡോയിലാണ് ഇപ്പോൾ വന്നത്. റാപ്പിഡോയിൽ ഇപ്പോൾ വന്നത് ഇത്ര 602 ടോട്ടൽ ക്യാഷ്. ഈ ട്രിപ്പിന് നമുക്ക് 232 രൂപ കിട്ടിയത്. ഇത് അത്യാവശ്യം അല്ല ലാഭമുള്ള ട്രിപ്പായിരുന്നു.
9 കിലോമീറ്റർ പോകുന്നിട്ടുള്ളൂ. 9.54 232 കിട്ടി. 23 മിനിറ്റ് എടുത്ത കാരണം അത് അത്ര എടുക്കേണ്ടിയില്ല. നമ്മൾ ആ ബ്ലോക്കിൽ പെട്ടു. 23 രൂപ വെച്ചിട്ട് കിലോമീറ്ററിന് കിട്ടി. അത് ഈ ബൈക്ക് പോരാണെന്നുണ്ടെങ്കിൽ ഒരു 3 കിലോമീറ്ററും കൂടി ലാഭമായിരുന്നു. പക്ഷേ എങ്കിൽ അവിടെ എന്തായാലും ബാക്കിലാണ്, അവിടെ എന്തായാലും നമുക്ക് പോകാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ആ ബൈക്ക് കൂടി എടുത്ത് പോകുന്നത്. എന്നിട്ട് 9 കിലോമീറ്റർ 232 രൂപ നമുക്ക് കിട്ടി. ഊബറിൽ നമുക്ക് അത് കിട്ടില്ല. അപ്പോൾ ഏതായാലും ഇനി ഏതെങ്കിലും ട്രിപ്പ് അടിക്കാൻ നോക്കി നോക്കട്ടെ. ഊബർ ഇതുവരെ അടിച്ചിട്ടില്ല. ചിലപ്പോൾ ഇനി ഊബറിൽ അടിക്കണേ. എന്തായാലും ഒരു 3-4 എണ്ണം ഓടാം. ഇത് നമ്മളെ ലാസ്റ്റ് പരിശ്രമം കേട്ടോ. ഇത് നമ്മൾ വീണ്ടും പരുന്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. സമയം 12:55 ഇപ്പോൾ ലുലുമാളിലാണ് ഉള്ളത്. ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് കാല് പോകുന്നതാണ്. കുറേ നേരം നിന്നിട്ട് ഇപ്പോൾ 0 ഏണിങ്സാണ് ഊബറിൽ നമുക്ക് കാണുന്നത്. ഏതാണോ റാപ്പിഡോയിൽ ഇന്ന് ഓടിയ 602 രൂപയുടെ ട്രിപ്പ് ഓടിയിട്ടുണ്ട്, 3 ട്രിപ്പ്. ഇത് നമ്മളെ ലാസ്റ്റ് പരിശ്രമമാണ്. ഇപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റോളമായി. സെക്യൂരിറ്റിക്കാർ ആദ്യം ഒന്ന് വാണിംഗ് തന്ന് ഇപ്പോൾ അതാ വരിക്ക് വണ്ടികൾ കിടക്കുകയാണ്. ഞാൻ അടുത്ത ഒന്നും കൂടി സെക്യൂരിറ്റിക്കാർ പറയുമ്പോഴത്തേന് നമ്മൾ ഇവിടുന്ന് പോകും. പിന്നെ നമ്മൾ ഇന്നത്തെ പരിപാടി എടുത്തു നേരെ മൊബൈൽ ഷോപ്പ് പോവുക. അവിടുന്ന് ഫുഡും കഴിച്ചിട്ട് അവിടെ കുറച്ച് നേരം ഇരിക്കും. ഊബർ ഓഫ് ചെയ്യുക. ഇനി വേറെ പരിപാടിയില്ല. ഇന്ന് ആർക്കും ഹോട്ടലില്ല. എന്തെന്തൊരു പൂജ വെപ്പോ അങ്ങനെ എന്തൊക്കെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. വിഷ്ണുവിനെ വിളിച്ചപ്പോൾ ആദ്യം പറഞ്ഞു എയർപോർട്ടിൽ പോയി കിടക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഇവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓനെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു കാര്യമില്ല. ഓന് 800 റുപ്യക്കാണ് ഓടിയത് 2 ട്രിപ്പ്. അതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അകപ്പറമ്പിൻ്റെ ഏകദേശം അടുത്തത് കേട്ടോ. ലൈവ് ലൊക്കേഷനാണ്. അപ്പോൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ വാങ്ങുകയാണ് ഗേസ്. സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു വിട്ടു വണ്ടി അവിടെ നല്ല ബ്ലോക്കാണ്. കുറേ ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുണ്ട്. ലുലുമാൾക്ക് ആൾക്കാർ വരുന്നുണ്ട്. ഇനി നമ്മളെ അക്കൗണ്ടിന് എന്തെങ്കിലും പറ്റിയതാണോ? കുറേ ടാക്സികൾ വണ്ടികൾ വരുന്നുണ്ടല്ലോ. പിന്നെ വിഷ്ണുവിന് നമ്മൾ വിളിക്കുന്ന ആർക്കും ട്രിപ്പില്ല എന്നാണ് പറഞ്ഞത്. ഉണ്ടാവില്ലായിരിക്കും. ഇവർക്കൊക്കെ ചിലപ്പോൾ മണിക്കൂറുകൾ ഇടവിട്ടിട്ട് കിട്ടുന്ന ട്രിപ്പുകളായിരിക്കും. എന്താ അറിയില്ല. എന്തായാലും നമ്മൾ മൊബൈൽ ഷോപ്പ് എത്തോളം നമ്മൾ ഊബർ ഓണാക്കി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യും. ഞാനിപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എഴുതിയിട്ടാണ് നിർത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ലുലുക്ക് കയറിയത്. ഇവിടുന്ന് ഇപ്പോൾ ഇനി വീണ്ടും റിട്ടേൺ മറൈൻ ഡ്രൈവ്ക്ക് തന്നാലും നമ്മൾ എടുത്ത് പോകും, ഏതായാലും ട്രിപ്പ് തന്നാൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പണി ഇവിടെ അവസാനിപ്പിച്ചിട്ടോ. ഇന്നത്തെ ഏണിങ്സ് റാപ്പിഡോയിൽ 600 ഉണ്ട്. ഊബറിലാണ് നമ്മുടെ മെയിൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഊബറിൽ 0 ആണ്. റാപ്പിഡോ പാട് ഓഫ് ചെയ്യട്ടെ. ഓക്കെ, റാപ്പിഡോ ഓഫ് ചെയ്തിട്ടുണ്ട്. സമയം 1 മണി കേട്ടോ. കറക്റ്റ് 1:05 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മളെ മൊബൈൽ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നാളെ കാണാം.